അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഈ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, അതുപോലെ തസ്ബീഹുകളുടെ, ദുആഇൻ്റെ ഈ മജ്ലിസിനെ പടച്ച തമ്പുരാൻ പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ സദസ്സിൽ വെച്ച് എന്തെല്ലാം ദുആകൾ, എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുന്നുണ്ടോ എല്ലാം അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും ഈ ദിക്റിൻ്റെ മജ്ലിസിൽ ആദ്യമായി പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയ അതിശ്രേഷ്ഠമായ ദിക്റുകളുടെ രാജാവ് അല്ലെങ്കിൽ നേതാവ് എന്ന് പറയപ്പെടുന്ന ഒരു വാക്യത്തിൽ ഇങ്ങനെ കാണാം: ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ പുതുക്കാൻ, വനവ്വിറു ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കാൻ, വസയ്യിനു അൽസിനതക്കും, നിങ്ങളുടെ നാവുകൾ സീനത്തുള്ളതാവാൻ, ഭംഗിയുള്ളതാവാൻ ഒക്കെ, അതായത് നമ്മുടെ ദുന്യാവും ആഖിറവും നമ്മുടെ ഉള്ളും പുറവും ഒക്കെ ശുദ്ധമാവാൻ, പ്രകാശപൂരിതമാവാൻ ഒരു ദിക്ർ നിങ്ങൾ പറയണം. ഏതാണ് ആ ദിക്ർ? നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ആ ദിക്ർ പറയാം. لا إله إلا الله 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 لا إله إلا الله. ഇനി നമ്മൾ പറയുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ, നമുക്ക് ഔലിയാക്കന്മാർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്യമാണ് ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക:
ലാ മൗജൂദ ഇല്ലല്ലാഹ് 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 ലാ മൗജൂദ ഇല്ലല്ലാഹ്. അടുത്തതായി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ പറഞ്ഞതിന് ശേഷം അവരൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാക്യമാണ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് 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 ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ചെയ്തു പോയ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ, അത് അള്ളാഹുവിലേക്ക് ഏറ്റു പറഞ്ഞിട്ട് തൗബയുടെ ഇസ്തിഗ്ഫാറിൻ്റെ ഒരു വചനമാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അതൊന്നിച്ച് പറയാം. പറയുമ്പോൾ പടച്ചവനെ ചെയ്തു പോയ എന്തൊക്കെ അപരാധങ്ങളുണ്ടോ, എന്തെല്ലാം തെറ്റുകളുണ്ടോ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് എന്ന ആ ഒരു നല്ലൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ
അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. ഇനി നമ്മൾ പറയുന്നത് ഒരു സ്വലാത്താണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു സ്വലാത്ത്, അതായത് ഒരു വരി പോലും ഇല്ല, പകുതി വരി എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. اللهم صل على النور وأهله 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 اللهم صل على النور وأهله
അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹമായി തന്നതാണ് നമ്മുടെ ഈമാൻ. ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. നമ്മുടെ ഈമാൻ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ദിക്ർ നിത്യമായി കൊണ്ടുപോകണമെന്ന്, ഒരു ദുആ നിത്യമായി പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്റാണ് നമ്മളെല്ലാവരും കൂടി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് ചൊല്ലുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് يا مقلب القلوب ثبت قلبي على دينك 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 يا مقلب القلوب ثبت قلبي على دينك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. നമ്മളെപ്പോഴും ദുആരക്കേണ്ട ഒരു ദുആയുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു ദുആയാണ്, അതായത് ആഖിബത്ത് നന്നായി കിട്ടാനുള്ള ഒരു ദുആ. എല്ലാവർക്കും ഒന്നിച്ച് പറയാം. ഈ ഒരു ദുആ പഠിച്ചു വെച്ച് നമ്മുടെ മറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയിലും ഇത് ഉൾപ്പെടുത്താൻ പ്രത്യേകം ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കുക. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. പറ, ഒന്നിച്ച് പറ. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ എന്നാണ് നമ്മൾ ഈ പറയുന്നത്. ഒന്നിച്ച് പറ. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله.
اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇസ്മാണ്. ഈ ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു. നമ്മുടെ മക്കൾ നന്നാവാനും നമ്മുടെ സമ്പത്ത് ഉള്ള സമ്പത്ത് ഇരട്ടിയാവാനും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഇസ്മാണ്. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. യാ ശകൂറു യാ അല്ലാഹ് 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 യാ ശകൂറു യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തിനെ, ദിക്റിനെ, തസ്ബീഹിനെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലുന്ന സമയത്ത് എന്തെല്ലാം പോരായ്മകളുണ്ടോ എല്ലാം അള്ളാഹു താല പരിഹരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നമ്മൾ ഓതിയതിൻ്റെ മിഥ്ല സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ സഫലീകരണം അള്ളാഹു താല നടത്തി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വസീയത്തുകൾ, വസീയത്തുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്‌ലിസുകൾക്ക് ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ഉമ്മമാരാണ് വസീയത്ത് കമൻറ്റായി രേഖപ്പെടുത്തുന്നത്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് ദ്വാരക്കുകയാണ്. അള്ളാഹു താല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്കൊരു ഇനിയും എല്ലാ ദിവസവും ഇതുപോലുള്ള ദിക്റിൻ്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ-റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെല്ലാവരും ഖബറിലാണല്ലോ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് റബ്ബേ. ഞങ്ങളുടെ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾക്കും ഞങ്ങളോട് മരണപ്പെട്ടവർക്ക്
എല്ലാവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടുകൂടി ഒരുമിക്കാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, പ്രതിസന്ധികളുള്ളവരാണ്, കഷ്ടപ്പാടുകളുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്. അള്ളാഹുവെ എല്ലാം നീ മാറ്റി സലാമത്തും ആഫിയത്തും റാഹത്തും നൽകണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്, എല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ പടച്ചവൻ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ദുആ വസിയ്യത്ത് കമൻ്റായി എഴുതിയിട്ടുള്ളത്. നേരിട്ട് പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ച് പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രശ്നങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ്. അള്ളാഹുവെ പടച്ചവൻ, ഞങ്ങളുടെ മക്കളെ എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാഹ്, സമാധാനത്തിലാക്കണേ അല്ലാഹ്. മക്കൾ വഴിവിട്ടു പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അവരുടെ പഠനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലികളിൽ ഖൈർ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ ഒരുപാട് മക്കൾ അല്ലാഹുവേ വിവാഹം ശരിയാവാതെ ഇണകളെ കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. ഖൈറായ ഇണകളെ നീ അവർക്ക് അടുപ്പിച്ചു നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, മദ്രസയിലും സ്കൂളുകളിലും ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. പല മക്കളും അല്ലാഹുവെ വിദേശത്താണ്, അവരുടെ ജോലികളിൽ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ പല സഹോദരിമാരും ഗർഭിണികളാണ്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ നീ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വാഹനമില്ലാത്തവരുണ്ട്. അല്ലാഹുവെ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുള്ളവരുണ്ട്, എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാൻ അല്ലാഹുവേ അതിൻ്റെ വിളംബരമായ പുണ്യമായ റജബ് അടുത്ത മാസമായി ഞങ്ങളിലേക്ക് വരാനിരിക്കുകയാണ്. റഹ്മാനെ, ആ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് എപ്പോഴും ദുആരക്കാൻ പറയാറുണ്ട്. എല്ലാവർക്കും നീ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്ത് സമാധാനം നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവെ മാരകമായ അസുഖങ്ങൾ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്, വീടുകളിൽ കഴിയുകയാണ്. എല്ലാവരെയും രോഗങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, സാമ്പത്തികമായ ഭദ്രത നൽകണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഹറാമായ സമ്പത്തിനെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ലക്ഷക്കണക്കിന് രൂപ കടങ്ങളായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, തിരിച്ചു പൈസ കൊടുക്കാനില്ലാതെ വിഷമിക്കുന്നവർ. അല്ലാഹുവെ കടം വീട്ടാനുള്ള എളുപ്പമാർഗം ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. കടം കൊടുത്തിട്ട് പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായിട്ട് അത് നീ ഞങ്ങൾക്ക് തിരിച്ചു നൽകണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പകർച്ചവ്യാധികളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരിൽ ഞങ്ങളുടെ മക്കളിൽ എല്ലാത്തിലും നീ ഖൈറും സമാധാനവും ഏറ്റി നൽകണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകൾ കണ്ണേറ് സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവെ പ്രത്യേകിച്ച് വഴിപെട്ടു പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. മയക്കുമരുന്നിൻ്റെ കാലമാണ്, അശ്ലീലതയുടെ കാലമാണ് അല്ലാഹുവെ. അതുപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ, ന്യൂ ഇയറിൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് തെറ്റുകളിലേക്ക് ഞങ്ങളുടെ മക്കൾ പോവാൻ സാധ്യതയുണ്ട്. നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാഹ്. അല്ലാഹുവെ, നിന്റെ ഹിഫാദത്ത് എപ്പോഴും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്തും നിന്റെ റഹ്മത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവരെ പങ്കെടുക്കുക. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.